റെയ്ഡിന്റെ ഉത്തരവാദി രാഹുൽ. CMRL മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് ചെയ്തു. ഒപ്പം മുഹമ്മദ് റിയാസിൻ്റെയും വീട് റെയ്ഡ് ചെയ്തു. 12 കേന്ദ്രങ്ങളിലാണ് ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയത്. ഈ റെയ്ഡിന് ശേഷം മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം അന്ന് പറഞ്ഞ ഒരു കാര്യം, അതായത് രാവിലെ 8:30 റെയ്ഡ് തുടങ്ങി, 2 മണിക്ക് അവസാനിച്ചു. പിണറായി വിജയൻ ഏതാണ്ട് 3 മണിയോട് കൂടി വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കാര്യം, ഈ റെയ്ഡിൻ്റെ ഉത്തരവാദി രാഹുൽ ഗാന്ധിയാണ് എന്നാണ്. അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യം അതാണ്, ഈ റെയ്ഡിൻ്റെ ഉത്തരവാദി രാഹുൽ ഗാന്ധിയാണ്. രണ്ടാമതായിട്ട് മാത്രമേ അദ്ദേഹം BJPയെ കുറ്റപ്പെടുത്തുന്നുള്ളൂ. ഈ പരിശോധന ജനങ്ങൾക്കെല്ലാം വലിയ മനസ്സംതൃപ്തി നൽകുന്നതാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ. കാരണം എന്തുകൊണ്ട് പിണറായി വിജയന്റെ വീട് റെഡി ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം. എന്താണ് പിണറായി വിജയൻ പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യം? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പിൻ്റെ കീഴിലുള്ള റവന്യൂ വകുപ്പിൻ്റെ ഭാഗമാണ്. അതായത് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ്റെ കീഴിലുള്ള വകുപ്പാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സാമ്പത്തിക ക്രമക്കേട്, അതേപോലെ തന്നെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, വിദേശ നാണ്യ ഇടപാടുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, ഇങ്ങനെ തുടങ്ങി നിരവധി ചുമതലകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഉള്ളത്. നിർമ്മല സീതാരാമനാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി എങ്ങനെയാണ് നിർമ്മല സീതാരാമൻ്റെ വകുപ്പ് കയ്യേറിക്കൊണ്ട് എൻഫോഴ്സ്മെൻറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ്റെ വീടും മുഹമ്മദ് റിയാസിൻ്റെ വീടും റെയ്ഡ് ചെയ്യാൻ പറയുന്നത്? എന്തൊരു യുക്തിയില്ലായ്മയാണ് പിണറായി വിജയൻ പറയുന്നത്. അദ്ദേഹം വെറുതെ പറഞ്ഞതല്ല, ബോധപൂർവം കണക്ക് കൂട്ടി പറഞ്ഞത് തന്നെയാണ്. രാഹുൽ ഗാന്ധിയാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന്. പക്ഷേ പ്രത്യക്ഷത്തിൽ നമുക്കങ്ങനെ തോന്നുമെങ്കിലും അതിൻ്റെ സൂക്ഷ്മ വശത്തിലേക്ക് കയറുമ്പോൾ രാഹുൽ ഗാന്ധി നിരപരാധിയാണ്. അദ്ദേഹത്തിന് അത്തരമൊരു അധികാരമില്ല. കേന്ദ്ര സർക്കാരിൽ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ചെലുത്തി പിണറായിയെ റെയ്ഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും രാഹുൽ ഗാന്ധിക്കില്ല എന്ന് മാത്രമല്ല, അതിന് അദ്ദേഹം അശക്തനുമാണ്. അദ്ദേഹം ഇപ്പോൾ ശക്തിയില്ലാത്ത ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യ കണ്ട ഏറ്റവും മോശം നേതാവ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കഴിവുകെട്ട നേതാവ് എന്ന് വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയെ പറയാം. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ പോലും രഹസ്യമായി അദ്ദേഹത്തെ പപ്പു എന്നാണ് വിളിക്കുന്നത്, BJPക്കാർ മാത്രമല്ല. കാരണം അദ്ദേഹത്തിൻ്റെ നേതൃപാഠമില്ലായ്മ, അദ്ദേഹത്തിൻ്റെ സംഘടനാശേഷി ഇല്ലായ്മ അദ്ദേഹം തന്നെ പലവട്ടം തെളിയിച്ചതാണ്. ഉത്തരേന്ത്യയിൽ ഒരിടത്തു പോലും സീറ്റ് കിട്ടാതെ അവസാനം വയനാട്ടിൽ വന്ന് രക്ഷപ്പെട്ടയാളാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിൻ്റെ പാട് അദ്ദേഹത്തിനറിയാം. അദ്ദേഹം ഒരു ദിവസം എങ്ങനെ കഴിച്ചു കൂട്ടുന്നു, രാഷ്ട്രീയമായി കഴിച്ചു കൂട്ടുന്നു എന്നുള്ള പങ്കപ്പാട് രാഹുൽ ഗാന്ധിക്ക് തന്നെ അറിയില്ല. അപ്പോഴാണ് ഇത്തരത്തിലൊരു റെയ്ഡ് അദ്ദേഹം കേന്ദ്ര ധനകാര്യ വകുപ്പ് മുഖാന്തരം നടത്തുന്നത് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞു വെക്കുന്നത്. എന്തൊരു പച്ചക്കള്ളമാണ് പിണറായി വിജയൻ പറയുന്നത്. രണ്ടാമതായിട്ടാണ് അദ്ദേഹം BJPയെ പ്രതിക്കൂട്ടി നിർത്തുന്നത്. അദ്ദേഹം പറയുന്നത് ഇന്ത്യ സഖ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിത നീക്കമാണിതെന്നാണ്. എന്തിനാണ് ഇന്ത്യ സഖ്യത്തെ തകർക്കാനായി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നത്? പിണറായി വിജയൻ ഇന്ത്യ കണ്ട ഏറ്റവും ദുർബലനായ കമ്മ്യൂണിസ്റ്റ് നേതാവായി തകർന്നടിഞ്ഞിരിക്കുന്ന ഈ ഘട്ടത്തിൽ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തിട്ട് കേന്ദ്ര സർക്കാരിന് എന്ത് കിട്ടാനാണ്? പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് ഇന്ത്യ സഖ്യം തകരുക? ഇന്ത്യ സഖ്യത്തെ തകർക്കണമെങ്കിൽ മല്ലികാർജ്ജുന ഖാർഗെ അറസ്റ്റ് ചെയ്യൂ, അല്ലെങ്കിൽ സിദ്ധരാമയ്യെ അറസ്റ്റ് ചെയ്യൂ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ അറസ്റ്റ് ചെയ്യൂ. അല്ലാതെ എന്തിനാണ് ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഈ പിണറായി വിജയനെ ഇന്ത്യ സഖ്യത്തെ തകർക്കാനായി കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്? പിണറായി വിജയൻ ഈ 2 കാര്യങ്ങളും ബോധപൂർവം പറഞ്ഞതാണ്. അതായത് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. പിണറായി വിജയൻ്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. അദ്ദേഹം ഏറ്റവും വലിയ പരാജയത്തിൽ നിൽക്കുന്ന ഘട്ടമാണിത്.
പാർട്ടിക്കുള്ളിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ സംഘടിതമായി ആക്രമണമുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണിത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ പരാജയത്തിൻ്റെയും ഉത്തരവാദിത്വം പിണറായി വിജയനാണ് എന്ന് ലോക്കൽ കമ്മിറ്റി മുതൽ ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും അടക്കം ഒന്നടങ്കം പറയുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു റെയ്ഡ് നടക്കുന്നത്. രണ്ടാമത്തെ കാര്യം, പൊതുജനങ്ങൾക്കിടയിൽ പിണറായി വിജയൻ്റെ ഇമേജ് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു റെയ്ഡ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റെയ്ഡിൻ്റെ യഥാർത്ഥ ഗുണഭോക്താവ് എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ്. ഇനിയാണ് നമുക്കറിയേണ്ടത് ഇതിൻ്റെ പിന്നിൽ നടന്ന രാഷ്ട്രീയ കളികൾ എന്തെല്ലാമാണ് എന്നുള്ളത്. അതൊരു പക്ഷേ നാളെ വെളിപ്പെട്ടെന്നിരിക്കാം, വെളിപ്പെട്ട് ഇല്ല എന്നുമിരിക്കാം. യഥാർത്ഥത്തിൽ പിണറായി വിജയനാണ് എന്തുകൊണ്ടും ഈ റെയ്ഡിൻ്റെ ഗുണഭോക്താവ്. ഒരു രേഖയും കിട്ടിയിട്ടില്ല എന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് പിണറായി വിജയന് പറയാം, എൻ്റെ കൈകൾ സംശുദ്ധമാണ്, ഞാനോ എൻ്റെ കുടുംബമോ ഒരു പണം പോലും അനധികൃതമായി കൈപ്പറ്റിയിട്ടില്ല എന്ന് പിണറായി വിജയന് പറയാൻ കഴിയുന്ന രീതിയിലാണ് ഇന്നത്തെ റെയ്ഡ് നടന്നത്. അതുകൊണ്ട് എന്തിനാണ് പിണറായി വിജയൻ ഈ പാവപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ തലയിൽ ഈ റെയ്ഡിൻ്റെ ഉത്തരവാദിത്വം കെട്ടിവെക്കുന്നത്? അതാണ് സഖാക്കൾക്കും നാട്ടുകാർക്കും മനസ്സിലാകാത്തത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.